ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഒത്തിരി നാളായല്ലേ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ പിന്നെ ഇന്നൊരു വീഡിയോ ആവാന്ന് വെച്ചു. ഞാനിപ്പോൾ എണീറ്റിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആയതേ ഉള്ളൂ. പല്ലൊക്കെ തേച്ചു ഇവിടെ വന്ന് ഇരിക്കുകയാണ്. എൻ്റെ അടുത്ത് കുറച്ചേറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം വീഡിയോ ഷൂട്ട് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം, അത് ഭയങ്കര ടാസ്ക് ആയതുകൊണ്ട് എനിക്ക് റീൽസ് ആണ് കുറച്ചുകൂടി ഷൂട്ട് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് റീൽസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഒരു കാര്യം വരികയാണ്, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കുറച്ചേറെ ദിവസത്തെ ഒരു സിമ്പിൾ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. എനിക്ക് 2 ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടി ആയതുകൊണ്ട് ഭയങ്കര ബിസി ആയിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ നടന്നിട്ടില്ല, ജസ്റ്റ് ഡ്യൂട്ടി വീട് അങ്ങനെ മാത്രം നടന്നിട്ടുള്ളൂ. കഴിപ്പും ശരിക്കും നടന്നിട്ടില്ല. എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കരമായിട്ട് എനിക്ക് വിശപ്പുണ്ട്. രാവിലെ എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണം. എന്താ ഇവിടെ ഉള്ളതെന്ന് പോലും എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കണം. എന്നിട്ട് പിന്നെ ഇന്നത്തെ പരിപാടികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഒട്ടും വെച്ച് താമസിപ്പിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ&എസ്. ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഐബ്രോസ് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി. ഇനിയിപ്പം ക്രീം വരട്ടാന്ന് വെച്ചു. അപ്പം ഞാൻ രാവിലെ പറ്റുന്ന ക്രീം ഇതാണേ, ഡോട്ടൻകിയുടെ വിറ്റമിൻ സി പ്ലസ് ഇയുടെ ക്രീമാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ക്രീം നല്ല രസമുള്ളൊരു ക്രീമാണ്. നല്ല ഹൈഡ്രേഷൻ തരുന്നൊരു സാധനമാണ്. എന്നാലും വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ തീരാറായി, പകുതിയായി. കണ്ട ഇനി ഇച്ചിരി കൂടെ ഉള്ളൂ. ഇത് തീർന്നു കഴിഞ്ഞിട്ട് ഇനി എന്തോ വരട്ടണമെന്ന് എനിക്കറിയത്തില്ല. അടുത്തിനി സാധനം മേടിക്കണം. അങ്ങനെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. എന്നിട്ട് യൂഷ്വലി ആദ്യം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കർട്ടൻ അങ്ങോട്ട് ഓപ്പൺ ആക്കുന്ന കാര്യമാണ്. എനിക്ക് ഈ കർട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി. ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഈ കർട്ടൻ തന്നെ ഇങ്ങനെ അങ്ങ് ഓപ്പൺ ആവും. നല്ല രസമല്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാ. ഇന്ന് കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ്. വെളിയിൽ വെയിലൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. എന്തായാലും വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് ആണ്. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. ഇന്ന് ഒരു എക്സ്ക്യൂസ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല മൂഡും ഉണ്ട്. ക്ലൈമറ്റ് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ചില സമയത്ത് എൻ്റെ മൂഡ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം സോർട്ട് ഔട്ട് ചെയ്യാനുള്ളതാ ഇത് രാത്രി കിടന്ന് ഇങ്ങനെ അങ്ങ് മിന്നുമായിരുന്നു. ഇതെന്താ പ്രശ്നം എന്നറിയത്തില്ല, ചുമ്മാ കിടന്നങ്ങ് മിന്നു. പക്ഷെ ഇത് ഓഫായി. ഈ ഒരു സാധനം, ഈ ഒരു ഫെയർ ലൈറ്റ് ഓഫായിട്ട് കിടക്കുക. പക്ഷെ ഇത് ചുമ്മാ കിടന്ന് ഇങ്ങനെ അങ്ങ് മിന്നുക. ഇതിനെ ഒന്ന് സോൾവ് ആക്കി എടുക്കണം. മിക്കവാറും ഞാൻ ബാറ്ററി ഊരി വെക്കാനായിരിക്കും സാധ്യത. പക്ഷെ അറിയത്തില്ല ഇതിനെന്താ പ്രശ്നം എന്നല്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നോക്കണം. അടുത്ത പ്രശ്നം കണ്ടോ, എൻ്റെ ഈ ഒരു ചെടി ഈ ഒരു ഭാഗത്തായിട്ട് മാത്രം ഇങ്ങനെ കരിഞ്ഞു വന്നിട്ടുണ്ട്. അതെന്താ പ്രശ്നം എന്നും അറിയത്തില്ല. ബാക്കി ചെടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഇങ്ങനെ ഇത് ജസ്റ്റ് മണ്ണ് ഇങ്ങനെ ഇരിക്കണം. അതിനെന്തേലൊക്കെ ചെയ്യണം. ഇത് വളർന്നു വരുന്നുണ്ടോന്ന് തന്നെ എനിക്ക് ഡൗട്ട് കേട്ടോ. പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ഇവിടെയൊക്കെ വളർന്നൊക്കെ വരുന്നൊക്കെ ഉണ്ട്. ഇത് അടുത്ത ചെടി സെറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലിരിക്കുകയാണ്. കുറച്ച് നഗറ്റ്സ് ഇരിപ്പുണ്ട്, റാപ്പ് ഇരിപ്പുണ്ട്. അപ്പം റാപ്പ് കഴിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ കോഫി, അതെനിക്ക് മസ്റ്റ് ആണ്. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല പണി വരുന്ന ദിവസങ്ങളാണെങ്കിൽ എനിക്ക് കോഫി ഭയങ്കര മസ്റ്റാണ്. അപ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കാം, റാപ്പും നഗറ്റ്സും ഉണ്ടാക്കാം. അച്ചു ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ ഞാൻ അങ്ങനെ കാര്യമായി ഫുഡൊന്നും ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കത്തൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് റാപ്പും നഗറ്റ്സും കഴിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്തത്. പിന്നെ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ച് അത് വൈകിട്ടത്തേക്ക് വേണ്ടി മാത്രമാണ്. ഇന്ന് എനിക്ക് ഫ്രിഡ്ജും എംപ്റ്റി ആക്കണം. കാരണം ഇനി തൊട്ടുള്ള 3 ദിവസം ചേട്ടായുടെ വീട്ടിലായിരിക്കും ഞങ്ങൾ ഉള്ളത്. അവിടെ ഒരു പരിപാടി നടക്കാനായിട്ട് പോവാണ്. അപ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഇന്ന് കുറച്ച് ബിസി ആയിരിക്കും. അതാണ് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞത്, ഇന്ന് കുറച്ച് ബിസി ഡേ ആണെന്നുള്ളത്. അച്ചു ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എന്തായാലും എളുപ്പം എൻ്റെ പരിപാടികളെല്ലാം കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടികൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടെ ഉള്ള ഈ 2 സെറ്റ് തുണികൾ മടക്കി വെക്കണം. എന്നിട്ട് ഒരു സെറ്റ് ഞാൻ തുണി അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് വിരിച്ചിടണം. നമ്മുടെ അടുത്ത പ്ലാൻ സെക്ഷനാണ്. ഇതൊക്കെ ഞാൻ റീൽസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ട് ഇപ്പം, പുറത്തിറങ്ങാൻ പറ്റിയ ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇനിയൊന്നും പുറത്തോട്ട് ഇറങ്ങാൻ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പാഴ്സൽ ഓപ്പൺ ചെയ്യാനുണ്ട്.
അപ്പം അതും ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഞാൻ തുണി വിരിച്ചിട്ട് വരാം. ഈ ഒരു സ്ഥലം കാണാൻ നല്ല രസമില്ലേ? എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വെയിലടിക്കുമ്പോൾ നല്ല രസം ഇത് കാണാൻ. ഇതൊക്കെ നോക്കാനായിട്ടുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സൈഡിലുണ്ടല്ലോ, നമ്മൾ ഈ തുണി വിരിക്കുമ്പം നോക്കാനായിട്ടൊന്നും അധികമൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തുണി എടുത്തു കഴിഞ്ഞിട്ട് സമയത്തായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്നത്. എനിക്ക് ഈ ഒരു പ്ലാന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. അത് പേൾ പ്ലാന്റ് ആണേ. പക്ഷെ ഇത് കുറച്ച് കരിയുന്നുണ്ടെങ്കിൽ വെയിൽ ഡയറക്റ്റായിട്ട് അടിക്കുന്നതിനെ തോന്നുന്നു കുറച്ചൊക്കെ ഇവിടെയൊക്കെ കരിഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്കിന്ന് പറിച്ചു കളയണം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് അസ്തയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് B&Q'യിൽ നിന്ന്. ഇത് അസ്ത. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ കേട്ടോ. അയ്യോ, ഇത് നല്ലതായിട്ട് കരിഞ്ഞ്. ഈ പ്ലാന്റ് നേരത്തെ ഒന്ന് പോയത്. ഈ ഒരു ചെടിയായിരുന്നു ഈ ഒരു ചെടിച്ചട്ടിയിൽ നേരത്തെ ഇരുന്നത്. അതിന്റെ പീസാണ് ഇത്. ഇത് ഞാൻ റീല് കാണിച്ചതാണ്. അന്ന് ഈ ഒരു പ്ലാന്റ് താഴെ വീണ് ആ ചെടിച്ചട്ടി അങ്ങനെ അങ്ങ് പൊട്ടിയതാ. അന്ന് ഈ പ്ലാന്റിന്റെ കുറച്ച് ലീവ്സ് ഒക്കെ അങ്ങനെ ഇളകി വന്നു. എനിക്കൊന്ന് വെയിലടിക്കുന്നതിനാണ് തോന്നുന്നു ഇതിങ്ങനെ കരിഞ്ഞു വരുന്നത്. അപ്പം ഈ ഒരു സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലേ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഈ ഒരു സ്ഥലം കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നല്ല രസമല്ലേ കാണാൻ? ഇനി കുറച്ചൊക്കെ മോഡിഫിക്കേഷൻ വരുത്താനുണ്ട്. ഈ ഒരു മിററിൻ്റെ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്യണം. ഇത്രയൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ ഇന്ന് ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാൻ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് പാഴ്സലൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോട്ടെ. പാഴ്സലൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഒഴുങ്ങി കടയിൽ വരെ പോവുകയാണ്. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ട്. അത് മേടിച്ചിട്ട് വേണം ഇന്നത്തെ ബാക്കി പരിപാടികളെല്ലാം ചെയ്യാൻ. ഇത്രയും സാധനങ്ങളായിരുന്നേ കടയിൽ പോയപ്പോൾ മേടിച്ചത്. ഇതൊക്കെ ഇവിടത്തേക്കുള്ളതാണ്. ഇത് അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലിൻഡ്. പിന്നെ ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഗിഫ്റ്റിൻ്റെ കൂടെ വെക്കാനായിട്ടാണ്. ഇത് ഗിഫ്റ്റ് റാപ്പ്. ഇതും ഗിഫ്റ്റിൻ്റെ കൂടെ വെക്കാനായിട്ടാണ്. ഇതും അമ്മയ്ക്കാണ്. ബാക്കിയല്ല ഈ വീട്ടിലത്തേക്കുള്ളതാണ്. ഇനിയിപ്പം ഞാൻ ഗിഫ്റ്റ് പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങട്ടെ. എൻ്റെ മനസ്സിലൊരു ഫോട്ടോ ഫ്രെയിം വേണമെന്ന് കരുതിയപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് 4 പേരും കൂട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ അവരുടെ ഒരു കംപ്ലീറ്റ് ഫാമിലി ഫോട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ കുഞ്ഞു ബേബി തന്നെയായിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് വെക്കാമെന്ന്. അങ്ങനെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ആമസോണിൻ്റെ ബോക്സ് എടുത്തിട്ടാണ് ഞാൻ ഓരോന്ന് പാക്ക് ചെയ്ത് വെക്കുന്നത്. ഇതാണ് ബേബിയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. പിന്നെ ഒരു 2 പീസ് വിൻ്റർ സെറ്റ് വെക്കുന്നുണ്ട്. പിന്നെ 3 കളേഴ്സ് വരുന്നതായിട്ടുള്ള ഒരു ക്യൂട്ട് സോക്സ് ഉണ്ട്. ഞാൻ ആദ്യം സോക്സ് വെക്കണമെന്നുള്ളൊരു പ്ലാനിൽ വെച്ചിട്ടില്ലായിരുന്നു. ആദ്യം ഞാൻ ഓർത്തൊരു ഷൂ വെക്കണമെന്നായിരുന്നു. പക്ഷേ ഷൂവിൻ്റെ ആ ഒരു സൈസ് ഏതാണെന്ന് എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്തുന്നത് പിന്നെ സോക്സ് തന്നെ ഒതുക്കാമെന്നുള്ളത്. എന്നിട്ട് പിന്നെ ഈ ഒരു ഫിഷ് പിടിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, ഒരു ടോയ്, അതാണ് ആ ഒരു ബോക്സിനകത്ത് ഉള്ളത്. പിന്നെ ഒരു വീട്ടിലിടുന്ന ഒരു പാൻറ്റും ടോപ്പും സെറ്റ് ഉണ്ട്. അതൊരു ക്യൂട്ട് സെറ്റ് തന്നെയാണ്. അടുത്തത് ഞാൻ വെക്കുന്നത് കിൻഡറിൻ്റെ 2 സെറ്റ് ചോക്ലേറ്റ്സ് ആണ്. ബേബി ചോക്ലേറ്റ് തിന്നത്തില്ല, എന്നാലും ബേബിക്ക് അവിടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടന് വേണ്ടിയാണ് ഈ ഒരു 2 ചോക്ലേറ്റ് സെറ്റ് ഞാൻ വെക്കുന്നത്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളെ ഫ്രെയിം ചെയ്ത ആ ബേബിയുടെ ഫോട്ടോ ഫ്രെയിം. അങ്ങനെ പാക്കിംഗ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത റാപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി അതിനെ കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ചെറിയ രീതിയിലൊരു ഫ്ലവറൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പേരൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രം ജെയ്സൺ ആൻഡ് സ്റ്റെഫി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു താങ്ക് യുടെ കുഞ്ഞു കാർഡ് ഞാൻ കോർണറിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ആ ഗിഫ്റ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ബേബിയുടെ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഗിഫ്റ്റ് കൂടെ പാക്ക് ചെയ്യാനായിട്ടുണ്ട്. അത് അമ്മയ്ക്കാണ്. അപ്പോൾ അതൊരു ചെറിയ രീതിയിൽ പാക്കിംഗ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത് ഡിഫറെൻറ്റ് രീതിയിലാണ്. ഗിഫ്റ്റ് റാപ്പ് വെച്ചിട്ടല്ല, വേറൊരു രീതിയിലാണ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു രീതി ചെയ്യുന്നത്. അപ്പോൾ ആ സക്സസ് ആവോ ഇല്ലേന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ ഇതാ ഈ ഒരു ക്രീം സെറ്റ് ഉണ്ട്. ഈ ഒരു ക്രീം സെറ്റ് ഉണ്ട്. പിന്നെ ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഉണ്ട്. അമ്മയ്ക്ക് ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ കൊക്കോറേഡിയൻ്റെ വാസലിൻ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ക്യൂട്ട് ക്യാൻഡിൽ ഉണ്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയ ഗിഫ്റ്റ് പാക്ക് ചെയ്യാനായിട്ട് നോക്കാം. ഈ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന ആ ഒരു സാധനം നമ്മുടെ ഫ്ലവർ ബൊക്കയിൽ നിന്ന് എടുത്ത ഒരു സാധനമാണ്. അപ്പം ഞാൻ നാട്ടിലുണ്ടായിരുന്ന ടൈമിൽ ഒരു ഫംഗ്ഷന് ഞാൻ ഈ ഒരു സാധനം എടുത്ത് മാറ്റി വെച്ചതാണ്. ആ ഒരു ബൊക്കയിൽ നിന്ന് എനിക്ക് അന്ന് ഞാൻ ചുമ്മാ എടുത്ത് മാറ്റി വെച്ചതാണ്, എന്തെങ്കിലുമൊക്കെ ഗുണം കാണുമെന്നുള്ള രീതിയിൽ. പക്ഷെ ഇന്നാണ് എനിക്ക് ആ ഒരു ഇതുകൊണ്ടൊരു ഉപയോഗമൊക്കെ വന്നത്. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അന്ന് മാറ്റി വെച്ച് നന്നായെന്നായിരുന്നു ഞാൻ ഈ സമയത്ത് ഇതൊക്കെ ഒന്ന് ഓർത്തത്.
എന്തായാലും ആദ്യത്തെ ട്രൈ ആയിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ ചുമ്മാ ഒന്ന് ചെയ്ത് കൊടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ കൊടുക്കുമ്പം അവരിങ്ങനത്തെ രീതിയിലൊന്നും അല്ലായിരിക്കുമല്ലോ പ്രതീക്ഷിക്കുന്നത്. അവർ ജസ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു കവറിൽ തരിക എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരും ഇങ്ങനെ കിട്ടുന്ന ഒരു രീതിയിൽ കാണുമ്പോൾ അവരും കുറച്ചുകൂടെ ഹാപ്പി ആവും. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരികയും ചെയ്യും. ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ട നമുക്ക്. അങ്ങനെ ഞാൻ ഒന്ന് ഐഡിയ ഉണ്ടാക്കി ചെയ്തതാണ്. പിന്നെ ഇതിന് ഞാൻ ഒന്ന് ടൈറ്റൺ ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ഡ്രീം ക്യാച്ചറിൽ ഉപയോഗിക്കുന്ന ആ ഒരു റെഡ് ത്രെഡിനാണ് ഞാൻ എടുക്കുന്നത്. കാരണം ആ റിബൺ വരുന്ന റെഡ് ആയതുകൊണ്ടാണ് ആ ഒരു റെഡ് ത്രെഡിനെ ഞാൻ എടുത്തത്. എന്നിട്ട് ഇനി ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഫ്ലവർ റിബൺ ഞാൻ വെക്കുന്നുണ്ട്. 2 ഗിഫ്റ്റ് പൊതിയാനായിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സമയം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. കാരണം പിന്നെ ഇങ്ങോട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെയാണ് ശരിയായത്. എനിക്ക് പക്ഷേ എന്ത് കാര്യം ചെയ്താലും പെർഫെക്ഷൻ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം എടുത്ത് പതുക്കെയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസ് ലെവൽ നല്ല രീതിയിൽ വേണം. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്തു പോവുകയും ചെയ്യും. ഈ സമയം ഇതൊക്കെ ഉച്ച സമയത്താണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കഴിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. എനിക്ക് കഴിക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. ഇത് ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങ് ചെയ്തങ്ങ് ഇരിക്കുമായിരുന്നു. പതുക്കെ ഇത് സെറ്റാവും തോറും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ചുവിനും 2 ഗിഫ്റ്റ്സിൽ നിന്ന് ഈ ഒരു ഗിഫ്റ്റാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. വീഡിയോയ്ക്കകത്ത് കാണാൻ എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി 2 ഗിഫ്റ്റ് ഞാൻ റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊരു സമാധാനമായത്. കാരണം ഇത് കുറച്ച് സമയം എടുത്ത് ഞാൻ ചെയ്തൊരു കാര്യമായിരുന്നു. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വരണമെന്ന് എനിക്ക് നല്ല നിർബന്ധമാണ്. അത് ആർക്ക് കൊടുക്കുകയാണെങ്കിലും, ഫാമിലിക്ക് കൊടുക്കുകയാണെങ്കിലും അല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിലും എനിക്കത് ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആണെന്ന് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ ഫൈനലി അത് ചെയ്ത് കഴിഞ്ഞു. ഇത് ബേബിക്കുള്ളത്, ഇത് അമ്മയ്ക്കുള്ളത്. ഇനിയിപ്പം നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. 2 ദിവസം നമ്മൾ വീട്ടിൽ കാണത്തില്ല. നാളെ ഇവിടെ നിന്ന് ഇറങ്ങും. 15-ാം തീയതിയാണ് കൊച്ചു വാവയുടെ ബർത്ത്ഡേ. പിന്നെ 16-ാം തീയതി രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. ഇങ്ങനെയാണ് ഇപ്പം ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നത്. അച്ചു വന്നു കഴിഞ്ഞാൽ ശരിക്കുള്ള പാക്കിങ് തുടങ്ങാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഓർത്തു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാന്നുള്ളത്. ഇനി വേറൊരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട്. ബേബിയുടെ ബർത്ത്ഡേക്ക് ഉള്ള ഡ്രസ്സ് ഞാൻ ഇതുവരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അത് ഏത് കളർ എടുത്തിടണമെന്നുള്ളത്. ഞാൻ ആദ്യം ഓർത്തത് ഒരു ലൈറ്റ് കളർ എന്തെങ്കിലും ഇടാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം മൂത്തതിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു ബ്ലാക്ക് ആയിരുന്നു ഇട്ടത്. ഞാൻ മാത്രമല്ല അച്ചും കൂടി ഒരു ബ്ലാക്ക് ആയിരുന്നു ഇട്ടത്. അപ്പം ഞാൻ ഓർത്തുന്ന പിന്നെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒരു ലൈറ്റ് കളർ ആക്കാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. എനിക്ക് യൂഷ്വലി ലൈറ്റ് കളേഴ്സ് ഇഷ്ടമല്ല. എനിക്ക് പൊതുവേ ഡാർക്ക് കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം. എൻ്റെ മമ്മിക്കും സെയിം തന്നെയാണ്, ഡാർക്ക് കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ലൈറ്റ് കളർ സെലക്ട് ചെയ്തു. ആദ്യം ഞാൻ ഓർത്തൊരു പിങ്ക് എടുത്തിടാവുന്നത്. പക്ഷെ എനിക്ക് പിങ്ക് സത്യമായിട്ട് എനിക്ക് പിങ്ക് ഇഷ്ടമല്ല. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് പിങ്ക് ഒട്ടും ഇഷ്ടമല്ല. അച്ചുവിനും പിങ്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇഷ്ടമില്ലാത്തൊരു കളർ അങ്ങനെ വേണ്ടി ചൂസ് ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പിങ്ക് എന്നാൽ വേണ്ടാന്ന് വെച്ചു. പിന്നെ വേറൊരു കളർ ഞാൻ എടുത്തു, ഒരു ഗ്രേപ്പ് വൈൻ കളർ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കളറാണ്. ഞങ്ങൾ 2 പേര് ആദ്യം എൻഗേജ്മെൻറ്റിന് ഇടണമെന്ന് പറഞ്ഞ് ഡിസൈഡ് ചെയ്തൊരു കളറായിരുന്നു അത്. പിന്നെ അതെങ്ങനെയോ മാറ്റിയതാണ്, അച്ചു തന്നെയാണ് മാറ്റിയത്. ആ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു കളർ അച്ചുവിനില്ല. അപ്പം അച്ചുവിനില്ലാത്തത് കൊണ്ട് ആ ഒരു കളർ ഇടണോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വേറൊരു കളറുള്ളത് ഒരു വൈറ്റ് വിത്ത് പേർപ്പിൾ ബ്ലാക്ക് ഒരു ഡിസൈൻ വരുന്നൊരു കളറാണ്. ഈ 3 അനാർക്കലീസാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. വൈറ്റിൻ്റെ അതും എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് ഇടുകയാണെങ്കിൽ അച്ചു വൈറ്റ് ഷർട്ട് ആയിരിക്കും ഇടുന്നത്. അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ചേട്ടൻ്റെ മോൻ്റെ ആണല്ലോ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ അതിനകത്ത് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടല്ലോ, ഈവൻ ഫുഡൊക്കെ സെർവ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള കാര്യത്തിനൊക്കെ. അപ്പോൾ വൈറ്റ് ഇട്ട് അങ്ങനെ ഓടിച്ചാടിക്ക് നടക്കുമ്പോൾ കറയാവോ എന്നുള്ളൊരു പേടി കാരണം അതും മാറ്റി വെച്ചേക്കുക. ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ചൂസ് ചെയ്ത് വെച്ചിട്ടില്ല. ഇങ്ങനെ കൺഫ്യൂഷനുള്ള സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഡ്രസ്സിൻ്റെ കാര്യം ഇതുവരെ സെറ്റായിട്ടില്ല. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ ഞാൻ ഒന്നുകിലും മമ്മിയുടെ അടുത്ത് ഞാൻ ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് പ്ലൂട്ടോയുടെ അടുത്തായിരിക്കും ഞാൻ ചോദിക്കുന്നത്. ഇപ്രാവശ്യം മമ്മിയുടെ അടുത്ത് അങ്ങനെ മിണ്ടാനായിട്ട് അത്രയും അങ്ങോട്ട് സമയമൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തൊന്ന് പ്ലൂട്ടോയുടെ അടുത്ത് ചോദിക്കാം. അവളെ ഞാൻ വിളിച്ചിട്ട് അവളെ ഫോൺ പോലും എടുക്കുന്നില്ല ഗൈസ്. ലാസ്റ്റ് മിനിറ്റ് അവൾ എന്നെ ചതിച്ചു.
ഇനിയിപ്പോൾ ഞാൻ മാത്രമായിട്ട് ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമായിപ്പോയി. എനിക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള അവൾ എന്നെ ഹെൽപ്പ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് ശ്രമിച്ചത്. പക്ഷെ അവൾ എന്നെ തേച്ചു ഗൈസ്, തേച്ചൊട്ടിച്ചു അവള്. എന്തായാലും നമുക്കിനി ഒരുമിച്ച് ഡിസൈഡ് ചെയ്യാമെന്ന് വെച്ചു. എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ പിങ്കൊന്നും ഉണ്ട്, ഗ്രേപ്പ് വൈൻ കളറൊന്നും ഉണ്ട്. പക്ഷെ പിങ്ക് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇഷ്ടമില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ ആ ഡ്രസ്സ് ഇടാൻ പോകുന്നത്. പക്ഷെ പിങ്ക് ഞാൻ എന്തിനാ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കൂടുതൽ കളേഴ്സ് ഉള്ളത് പിങ്കാണ്. അപ്പോൾ ഞാൻ ഓർത്തത് പിന്നെ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു കളർ തന്നെ ഇടാം. എന്തായാലും ഫാമിലി പിക്ചർ എടുക്കും, അപ്പോൾ അതിന് രീതിയിൽ എന്തെങ്കിലും ഒരു മാച്ച് വേണമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ പിങ്ക് ചൂസ് ചെയ്യാന്ന് വെച്ചു. പക്ഷെ ഞാൻ പിങ്ക് ഇട്ട് കഴിഞ്ഞാൽ അച്ചുവിന് പിങ്ക് ഇല്ല. അച്ചു എൻ്റെ ഡ്രസ്സിനോടുള്ള ഒരു കോൺട്രാസ്റ്റ് കളറായിരിക്കും ഇടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സിനോട് ഒരു ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒരു കളറായിരിക്കും ഇടുന്നത്. എൻ്റെ ഡ്രസ്സിന് പിങ്ക് വിത്ത് ബ്ലാക്ക് ഡിസൈൻ ഉണ്ട്. അപ്പൊ അച്ചു ഏകദേശം ഒരു ഗ്രേയിഷ് ബ്ലാക്ക് ഷർട്ട് ഇടേണ്ടി വരും. വ്ളോഗിങ് അങ്ങനെ പ്ലൂട്ടോ ഫൈനലി വിളിച്ചു, ഡ്രസ്സ് ഡിസൈഡ് ചെയ്തു. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രേപ്പ് വൈൻ കളർ. ഞാൻ ഇങ്ങനെയാണ് ഈ കളർ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒറിജിനൽ പേരൊന്നും എനിക്കറിയത്തില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. അച്ചുവിനും പ്ലൂട്ടോവിനും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു കളറായിരുന്നു ഇത്. പിന്നെ അച്ചുവും കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ ഏത് ഡ്രസ്സ് ഇടണമെന്നുള്ളത്. അങ്ങനെയാണ് പ്ലൂട്ടോയെ വിളിച്ച് ഫൈനലി ഡ്രസ്സൊക്കെ ഡിസൈഡ് ചെയ്തു. ഇനി അതിൻ്റെ അനുസരിച്ചുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഞാൻ എടുക്കാമെന്ന് വെച്ചു. എനിക്ക് ഈ ഒരു കളർ ചുരിദാർ പണ്ടുള്ളതുകൊണ്ട് അതിൻ്റെ സെയിം രീതിയിലുള്ള കമ്മലൊക്കെ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഡ്രസ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കണ്ടോ, ഇവിടെ ഫുള്ള് ഞാൻ നിരത്തി വെച്ചേക്കുക. നാളത്തേക്കുള്ള പാക്കിംഗ് ആണ് ഈ കാണുന്നത്. അതിനി ചെയ്യണം. എനിക്ക് ഇതിനിടയ്ക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുമുണ്ട്. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ വിശക്കുക. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് ഇപ്പോൾ എടുത്ത് കഴിക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പാക്കിംഗ് തുടങ്ങാമെന്ന് വെച്ചു. അങ്ങനെ രണ്ടുപേരുടെ ഡ്രസ്സുകളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞാൻ ഇനി അച്ചു വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെയ്യാൻ 1.5 hour. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? പാക്കിംഗ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊന്നും എടുക്കാനായിട്ടുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. പിറ്റേ ദിവസം 8:30 നമുക്ക് ടെൻബ്രിഡ്ജ് വെൽസിൽ നിന്ന് ബ്രൈറ്റണിലോട്ടുള്ള ബസ് ഉണ്ടായിരുന്നത്. ഡയറക്റ്റ് ബ്രൈറ്റൺ ആണ്. അപ്പോൾ ആ ബസ്സിനകത്ത് കയറി 2 മണിക്കൂറുണ്ട് ബ്രൈറ്റണിലോട്ട് എത്താനായിട്ട്. പിന്നെ ബ്രൈറ്റണിൽ നിന്ന് വേർത്തിങ്ങിലോട്ട് പോകാനായിട്ട് ഒരു 45 to 1 hour ഉണ്ട് ബസ് ജേർണി ഉള്ളത്. നമുക്ക് വേണ്ട ട്രെയിൻ ചൂസ് ചെയ്യായിരുന്നു. പിന്നെ പൈസ ലാഭിക്കാനായിട്ട് ബസ് ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ബസ്സിൽ അങ്ങനെ അങ്ങ് പോയതാണ്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഇപ്പം ബ്രൈറ്റണിലൊന്ന് കറങ്ങാനായിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ടെൻബ്രിഡ്ജ് വെൽസിൽ നിന്ന് ബ്രൈറ്റണിൽ അങ്ങനെ പോകുന്നൊരു ബസ് ഉള്ളതുകൊണ്ട് നല്ല ലാഭമാണ്. കാരണം 2 പൗണ്ട് കൊടുത്ത് പോയാൽ മതിയല്ലോ ഒരാൾക്ക്. അതുമ്പോൾ ബ്രൈറ്റൺ കാണാനും പറ്റും. പിന്നെ തിരിച്ച് അതുപോലെ 2 പൗണ്ട് കൊടുത്ത് തിരിച്ച് വരാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ ഫൈനലി അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെയിലൊക്കെ ഒന്ന് ഡോറ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 3 പേരുടെ ഫോൺ വിളിച്ചിട്ട് 3 പേര് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ 2 പേര് കട്ട പോസ്റ്റിൽ അവിടെ അങ്ങ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അമ്മയായിരിക്കും ഡോറ് തുറക്കുന്നുള്ള രീതിയിൽ വലിയ പ്രതീക്ഷയോടെ ഇങ്ങനെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ കാണാറോ ഡോറ് തുറന്നത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു ചേട്ടായിരിക്കും ഡോറ് തുറക്കുന്നതെന്ന്. ചേട്ടായി ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത്. അങ്ങനെ ചേട്ടായി പ്ലിങ്കസി ആയിപ്പോയി. പിന്നെ പതുക്കെ വീട്ടിൽ കയറി ചോറൊക്കെ പതുക്കെ ഒന്ന് കഴിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർക്ക് ആ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചു. No more gift for me? A gift from my Jason. അയ്യ അത് ശരിയായി. മൊത്തത്തിൽ ഇല്ലാത്ത കണ്ട് നോക്കങ്ങോട്ട്. ഇന്നലെ താങ്ക് യു. അല്ല അതിന്റെ മുന്നിൽ ആ താങ്ക് യു ഇരിപ്പുണ്ട്, അതെടുത്ത് മാറ്റിക്കോ. മനസ്സിലായോ?
സൂപ്പർ. ചോക്ലേറ്റ്. അതേ പറഞ്ഞേ. അത് ഞാൻ കണ്ടില്ല കേട്ടോ. അത് ഞാൻ കണ്ടില്ലായിരുന്നു സംഭവം. താങ്ക് യു. വെരി ഗുഡ്. താങ്ക് യു താങ്ക് യു താങ്ക് യു പറയടാ. ഇനി ഞങ്ങളുടെ ഫാമിലിയുടെ ഓൺ വോയിസ് കേട്ടില്ല എന്ന് വേണ്ട, ഇപ്പം നിങ്ങൾ എല്ലാവരുടെയും കേട്ടല്ലോ. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വെളിയിലോട്ട് പോകാമെന്ന് വെച്ചു. കാരണം കടയിൽ കുറച്ചേറെ ഡെക്കറേഷൻസ് മേടിക്കാനായിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും അച്ചും ആദ്യം ഇച്ചുവിനെ കളക്ട് ചെയ്യാനായിട്ട് പോവാണ് സ്കൂളിലോട്ട്. ഞാനും ചേച്ചിയും കൂടെ കടയിലോട്ട് പോയി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാമെന്ന് വെച്ചു. റേഞ്ചിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ടെൻബ്രിഡ്ജ് വെൽസിലെ റേഞ്ചിൽ പോയതുകൊണ്ട് എനിക്കറിയാം റേഞ്ചിൽ എങ്ങനത്തെ ആയിരിക്കും കളക്ഷൻസ് ഉള്ളതെന്ന്. പക്ഷേ ഞാൻ ഇതുവരെ ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒന്നും അങ്ങനെ അധികം ഞാൻ റേഞ്ചിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ റേഞ്ച് പക്ഷേ കുറച്ചുകൂടി വലുതായിരുന്നു കേട്ടോ. 2 ഫ്ലോർ ഉണ്ടായിരുന്നു. ടെൻബ്രിഡ്ജ് വെൽസിൽ ആകെ ഒറ്റൊരു ഫ്ലോറേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഇതിനൊക്കെ നല്ല അടിപൊളി റേറ്റാണ് കേട്ടോ. ഭയങ്കര റേറ്റാണ്. കാണാനും നല്ല രസമുണ്ട്. ഇന്ന് കണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം എല്ലാം 100ൻ്റെ ഒക്കെ മുകളിലാണ് റേറ്റ് ഒക്കെ പോകുന്നത്. ഞാനും ചേച്ചിയും കൂടെ എല്ലാം പർച്ചേസും കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് 2 പേരും കൂടെ വരാനായിട്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ക്രിസ്മസ് ഡെക്കോർസ് ഒക്കെ ഇങ്ങനെ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ഏരിയ കാണാനായിട്ട് ഫുൾ ക്രിസ്മസിൻ്റെ ആ ഒരു ഡെക്കോറായിരുന്നു. അങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് 2 പേരും കൂടെ അതിലേക്കൂടി കയറി വരുന്നു. അവർ കയറി വന്നിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യണമെന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം വീട്ടിൽ ചെന്നിട്ട് ഇനി ശരിക്കുമുള്ള നമ്മുടെ ആ ഒരു ഡെക്കറേഷൻ പരിപാടി തുടങ്ങാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വേറൊരു രീതിയിലുള്ള ഡെക്കറേഷൻ ആയിരുന്നു ഇച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ. ഈ പ്രാവശ്യം ബേബിയുടെ ബർത്ത്ഡേക്ക് വേറൊരു രീതിയിലാണ് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബലൂണൊക്കെ ആർക്ക് രീതിയിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ രീതിയിലായിരുന്നു. ഈ പ്രാവശ്യത്തെ തീം ചൂസ് ചെയ്തിരിക്കുന്നത് പേർപ്പിൾ ആൻഡ് പിങ്ക് ആണ്. പിങ്ക് വന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത്. കാരണം എനിക്ക് പിങ്ക് ഇഷ്ടമില്ലല്ലോ. പിങ്കിനെ എങ്ങനെയും ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് പേർപ്പിൾ കൂടുതലും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടായിരുന്നു എൻ്റെ ഐഡിയ. അമ്മയുടെ കോൺട്രിബ്യൂഷൻ കാണിക്കും. നാളത്തെ DJ സെറ്റാക്കാൻ എനിക്കിഷ്ടമില്ലാത്ത പരിപാടികളിൽ നിന്നൊന്നാണ് ഈ ബലൂൺ കെട്ടുക എന്ന് പറയുന്നത്. കാരണം ഒത്തിരി ബലൂൺ ഉണ്ടെങ്കിൽ പിന്നെ കെട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഇത്രയും മാർക്ക് നിറയ്ക്കാനായിട്ട് ആ ഫുൾ ബലൂൺ വീർപ്പിച്ചാലേ നടക്കത്തുള്ളൂ. കെട്ടി എൻ്റെ ആ ഒരു ഇൻഡെക്സ് ഫിംഗറിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട്. അത്രയും സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. കാരണം പിറ്റേ ദിവസം പാർട്ടിയാണല്ലോ. പാർട്ടിയുടെ അന്നാണ് ഈ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ ബാനറൊക്കെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം സെറ്റാവുന്ന കൂട്ടത്തിൽ ചേച്ചിയും ചേട്ടനും കടയിലോട്ടൊന്ന് പോയി വീണ്ടും. അപ്പോൾ കൊച്ച് ഞങ്ങളുടെ കയ്യിലായിപ്പോയി. അമ്മ കിച്ചൺ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും കൂടെ ആയിരുന്നു കൊച്ചിനെ മാറി മാറി എടുത്തുകൊണ്ടിരുന്നത്. ഇച്ചു സ്കൂളിൽ പോയി. അങ്ങനെ ഫൈനലി അതിൽ ബഹളത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഡെക്കറേഷൻസ് സെറ്റായി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ ശരിക്കും ഹാപ്പിയാവും. കാരണം അതുപോലെ നല്ല രസമുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ഡെക്കറേഷൻ കാണാൻ. ഞാൻ സത്യം പറഞ്ഞാൽ സിമ്പിളായി പോയി എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം ഇരുന്നത്. പിന്നെ ചേട്ടൻ ചേച്ചി അന്ന് രാവിലെ പോയി ഡെക്കറേഷൻസ് വീണ്ടും മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ആ സീലിംഗ് ഡെക്കറേഷൻസ് നമ്മൾ അത്രയെങ്കിലും ചെയ്തത്. പിന്നെ ഈ സൈഡ് ഡെക്കറേഷൻസും അവർ അന്നേരം പോയി മേടിച്ചായിരുന്നു. അപ്പോൾ അതും ചെയ്തു. എന്നിട്ട് ഇതിന് കൂട്ടത്തിലൊരു ഗോൾഡൻ ബലൂണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗോൾഡൻ എനിക്ക് ഇതിനകത്ത് ഇടാനായിട്ട് അത്രയും താല്പര്യമില്ലാത്തതുകൊണ്ട് ഓപ്പോസിറ്റ് വാളിൽ അങ്ങനത്തെ ഒരു ഡെക്കോർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ പാർട്ടിയുടെ ടൈമായി. കേക്കിൻ്റെ ആ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വെച്ചു. എഡിബിളായിട്ടുള്ള ഫ്ലവറാണ് ഇത് റേഞ്ചിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് കേക്കിലൊന്ന് കോർണേഴ്സിൽ വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ഫൈനലി പാർട്ടി തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ കേക്ക് കട്ടിങ്ങോടെ ഈ ഒരു വീഡിയോ നമ്മൾ വിട പറയാണ് കേട്ടോ. കാരണം ബാക്കി അങ്ങോട്ട് ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. അതുമല്ല കുറച്ച് അത്യാവശ്യം ലെങ്തി വീഡിയോ ആയിപ്പോയി. അപ്പോൾ അടുത്തൊരു വ്ളോഗ് വരുന്നത് വരെ ടിൽ ദെൻ വീൽ മീറ്റ്. ടാറ്റാ.